ട്രംപ് മുതലാളിയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനോട് അമേരിക്കക്കാർക്ക് പോലും താല്പര്യമില്ലെന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികളായ പ്രോഗ്രസീവ് തിങ്ക് ടാങ്കും പോളിംഗ് സ്ഥാപനമായ ഡാറ്റ ഫോർ പ്രോഗ്രസ്സും ചേർന്ന് നടത്തിയ ഒരു സർവേയുടെ ഫലം ഇന്ന് അമേരിക്കയിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏതാണ്ട് മഹാഭൂരിപക്ഷം ആളുകളും 64% പേർ ഈ ഗസ പ്രദേശത്ത് നമ്മുടെ ട്രംപ് മുതലാളി നടത്താനിരിക്കുന്ന കച്ചവട താൽപ്പര്യങ്ങളെ പൂർണ്ണമായും എതിർക്കുന്നവരാണ്. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുന്നു എന്ന് നാടൻ ഭാഷയിൽ പറയുന്നത് പോലെയാണ് ഈ നിയന്ത്രണം വിട്ട ട്രംപ് പോയി നടത്താൻ പോകുന്നതെന്ന് ഭൂരിപക്ഷം അമേരിക്കക്കാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ട്രംപിന് ഈ പ്രദേശം ഏറ്റവും വലിയ സുഖവാസ കേന്ദ്രവുമൊക്കെ ആക്കി മരുമകനും മറ്റുള്ളവർക്കുമൊക്കെ കച്ചവടം പൊടിപൊടിക്കുന്ന റിയൽ എസ്റ്റേറ്റുമൊക്കെ ആക്കി മാറ്റാൻ ഒരുപാട് പദ്ധതികളുണ്ട്. അതിൻ്റെ ഭാഗമായി മുതലാളി നടത്തുന്ന ശ്രമങ്ങളുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് നമ്മുടെ നെതന്യാഹു ഒപ്പം കൂടിയിട്ടുണ്ട്. നെതന്യാഹു കൂടി ചേർന്നതോടുകൂടി മുതലാളിയുടെ ആവേശം ഡബിളായി. എന്നാൽ അമേരിക്കയിലെ ജനങ്ങൾ ഈ പ്രവൃത്തിയെ വളരെ ആശങ്കയോടെയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ ആളുകളെ മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവർക്കതല്ലല്ലോ പണി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതുപോലെ പല സ്ഥലങ്ങളിലും പിടിക്കാൻ പോയി അവസാനം മുണ്ടില്ലാതെ ഓടിയ ചരിത്രം അമേരിക്കയ്ക്ക് ഒത്തിരിയുണ്ട്. ഇത്രയും നാൾ ദൂരെ നിന്ന് ആയുധം കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് അടുപ്പിക്കലായിരുന്നു പണിയെങ്കിൽ ഇത് ഉള്ള സ്വസ്ഥത കൂടി കളയുന്ന ഒരു അമേരിക്കയെ സൃഷ്ടിക്കുന്നതിനായിരിക്കും ഇത് വഴിതെളിക്കുക എന്ന് അമേരിക്കയിലെ സമാധാനകാംക്ഷികളായ മനുഷ്യർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം അവിടെയും അറബ് വംശജരും ഫലസ്തീനികളും ഒക്കെ ധാരാളമായുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യാഘാതങ്ങൾ ഏറ്റുമുട്ടലുകളുമൊക്കെ ആ സമൂഹത്തിൻ്റെ സ്വസ്ഥതയെയും സമാധാനത്തെയും തകർക്കും. ഒരു കാര്യവുമില്ലാതെ മച്ചമ്പിയുടെ കച്ചവടത്തിന് വേണ്ടി അവിടേക്ക് പോയി തലവെച്ച് കൊടുക്കരുതെന്നാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പെടുന്നവരും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പെടുന്നവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. 64% പേരിൽ 49% പേർ അതിശക്തമായി ഈ നിർദ്ദേശത്തെ എതിർക്കുന്നു. 15% പേർ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ സർവേ റിപ്പോർട്ടിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മച്ചമ്പിക്ക് നല്ലൊരു അവസരമാണ്. ഈ ഫലസ്തീനിലെ ജനങ്ങളെ മുഴുവൻ അമേരിക്കയിൽ കൊണ്ടുപോയി നല്ല സുഖകരമായി അവിടെ താമസിപ്പിച്ച് അവരുടെ തൊഴിലും ജീവിതവുമെല്ലാം ഉറപ്പുവരുത്തിയാൽ മച്ചമ്പിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനവും കിട്ടും. അതിനു പകരം ബാക്കിയുള്ളവരെല്ലാം തള്ളിക്കോണം എന്ന് പറയുന്ന ഈ ന്യായത്തിൻ്റെ നീതിയെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. ചില യൂട്യൂബർമാരൊക്കെ പറയുന്നുണ്ട് ഹമാസുകാർ കിടന്ന് നിലവിളിക്കുന്നെന്നൊക്കെ. അവരുടെ പോരാട്ടത്തിൻ്റെ ശബ്ദം അവരുടെ സംഗീതമാണ്. ഫലസ്തീനികൾ എത്രയോ നാളുകളായി അവർ പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് സമാധാനം എന്നൊന്നില്ല. എന്നാൽ അവരെ പോയി അനക്കി ആവശ്യമില്ലാത്ത വിഷയങ്ങളുണ്ടായി ലോകത്തെ സമാധാനം കളയരുത് എന്നാണ് അമേരിക്കക്കാരുൾപ്പെടെയുള്ള സമാധാനകാംക്ഷികൾ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് മച്ചമ്പിയോടൊപ്പം പലരുമില്ലാത്തതുപോലെ അമേരിക്കൻ ജനതയും ഈ ഗസ പ്ലാനിൽ ഇല്ലെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്.